വിളക്ക് നിങ്ങൾ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്തുണ്ടാവും ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾ എന്താ പറയുക, ആദ്യം ചിലപ്പോൾ തടസ്സങ്ങൾ വരും, നിങ്ങൾക്ക് എണീക്കാൻ പറ്റില്ല, വീട്ടിൽ നിന്ന് പല തടസ്സങ്ങൾ, പല ആൾക്കാരുടെ തടസ്സങ്ങൾ അങ്ങനെയൊക്കെ വരാം. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം, അതൊക്കെ തരണം ചെയ്ത് നിങ്ങൾ ആ വിളക്ക് കംപ്ലീറ്റ് ചെയ്യുക. വിളക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ചില വിളക്കിൽ കത്തിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ഇല്ലാന്നുള്ള ആ ഒരു ടൈമിൽ അപ്പോഴൊക്കെ നാമജപം വെച്ചാൽ നമ്മൾ വാരി വലിച്ച നാമം ചൊല്ലല്ല, നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു പോസിറ്റിവിറ്റി ആയിരിക്കും. ഈ രാവിലെ വിളക്ക് വെക്കുന്ന ടൈമിൽ നമ്മളുടെ വീട് മൊത്തം നല്ലൊരു പോസിറ്റിവിറ്റി ആയിരിക്കും കേട്ടോ. അത് വിളക്ക് തിരി എങ്ങനെയാണ് ഇടാണ്. അപ്പൊ ഹലോ, നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്നത് ബ്രഹ്മമുഹൂർത്ത വിളക്കിനെ കുറിച്ചാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് ഇപ്പോഴും ബ്രഹ്മമുഹൂർത്ത വിളക്കിനെ പറ്റിയിട്ട് ഒരുപാട് ഡൗട്ടുകളുണ്ട്, കമന്റ്സ് ആയിട്ടൊക്കെ വരാറുണ്ട്. അപ്പൊ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, വീഡിയോയിൽ കൂടെ പറഞ്ഞിരുന്നു. പക്ഷെ എന്നിട്ടും പലർക്കും ക്ലിയർ ആവാത്തതുണ്ട്, ഒരുപാട് ഡൗട്ടൊക്കെ ചോദിച്ചിട്ട് വരാറുണ്ട്. അപ്പൊ അതിനെ പറ്റിയാണ് ഞാൻ ഇന്ന് ഒന്നും കൂടെ വന്ന് പറയാമെന്ന് വിചാരിച്ചത്. വെച്ചാൽ ആ ഡൗട്ട് തീർത്തിട്ട് പോവാം എന്ന് ഞാൻ ചെയ്തു വന്നിട്ട് എനിക്ക് മനസ്സിലായ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നാണ് ഞാനിന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് എന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയുക, അത്ഭുതമായിട്ടുള്ള ഒരു വിളക്ക് തന്നെയാണ്. ആ ഒരു ബ്രഹ്മമുഹൂർത്ത ടൈം എന്ന് പറയുന്നത് ഒരു അത്ഭുതങ്ങൾ മിറാക്കിൾ നടക്കാനുള്ള ഒരു ടൈമാണ്. അതിന് എനിക്ക് എന്താ പറയാ, ആ ഒരു കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പുണ്ട്. വെച്ചാൽ ഞാനത് ചെയ്തിട്ട് ഇങ്ങനെ എനിക്ക് നടക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്കോട് ചെയ്തിട്ട് അത് വെച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക, എനിക്ക് നല്ല ഉറപ്പോടു കൂടി പറയാം, അതൊരു അത്ഭുതങ്ങളുടെ ഒരു ടൈമാണ്, അത്ഭുതങ്ങൾ നടക്കാനുള്ള ഒരു ടൈമാണ്. എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വിളക്ക് വെക്കുന്നതിലൂടെ പല മാറ്റങ്ങളും പല അത്ഭുതങ്ങളും എല്ലാം ഉണ്ടാവും എന്നുള്ളതിന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും വിശ്വസിച്ചിട്ട് ചെയ്യണം. നമ്മൾ വിശ്വസിച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വിശ്വാസം ഇല്ലാതെ ഇത് നടക്കുമോ, എനിക്കിത് ശരിയാവോ, ഞാനിത് വെച്ചാൽ ഓക്കെ ആവോ, അങ്ങനെ നമ്മൾ വിശ്വാസം ഇല്ലാതെ പകുതി വിശ്വാസമുണ്ട്, പകുതി വിശ്വാസമില്ല, അങ്ങനെ നമ്മൾ ചെയ്യരുത്. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഉറച്ച വിശ്വാസത്തോടു കൂടി ചെയ്യാം. അപ്പോൾ അതെന്തായാലും നടക്കും, അതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ അതൊരു കാര്യം. അപ്പോൾ ഈ ഒരു വിളക്ക് വെക്കേണ്ടത് 3:30 to 5:30 ആ ഒരു ടൈമിലാണ്. എന്നുവെച്ചാൽ നമ്മുടെ ഉദയത്തിനനുസരിച്ചിട്ട് അതിന് വേരിയേഷൻസ് വരാം. അപ്പൊ 3:30 to 5:30 ആ ഒരു ടൈമിൽ. അപ്പൊ ഞാനിപ്പം വെക്കാറുള്ളത് 4 തൊട്ട് 5:30 ആ ഒരു ടൈമിലാണ്. ചില അത് മാറാം. ചിലപ്പോൾ ഞാൻ ചില ദിവസങ്ങളിൽ 3:30 എനിക്കും, ചില ദിവസങ്ങളിൽ ഞാൻ 4:30 വരെ എണീറ്റ ദിവസങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ലൈറ്റായിട്ട് എണീക്കുന്ന ദിവസങ്ങളിലാണെങ്കിൽ ഞാൻ തലേ ദിവസം എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് വിളക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ എനിക്കെന്ന് പറയുന്നത് തലവേദനയ്ക്കുള്ള ഒരു ആളായതുകൊണ്ട് ഞാൻ ആദ്യമൊക്കെ തലയൊക്കെ കുളിച്ചിട്ടാണ് ഞാൻ വിളക്ക് വെച്ചിരുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വെച്ചാൽ സൈനറ്റൈറ്റിസ് ഉണ്ട്, മൈഗ്രെയിൻ ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ള ഒരാളായതുകൊണ്ട് എനിക്ക് രാവിലെ തല കഴുകൽ ഒരു പ്രോബ്ലം ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, മേല് മാത്രം എനിക്ക് അല്ലാതെ വെക്കാൻ എനിക്കൊരു മനസ്സിന് എന്തോ പോലെ ആയതുകൊണ്ട്, നമ്മുടെ മനസ്സിന്റെ ഇതാണ് കേട്ടോ, നമ്മുടെ മനസ്സ് എങ്ങനെയാണ് തോന്നിപ്പിക്കുന്നത് അതേപോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ മേല് കഴുകിയിട്ടാണ് ഞാൻ വിളക്ക് വെച്ചിരുന്നത്. അപ്പം ഞാൻ ലേറ്റായിട്ട് എണീക്കുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും തലേ ദിവസം ആ കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ എവിടെയാണോ വെക്കുന്നത് അവിടെ നമ്മളൊന്ന് നല്ല ക്ലീൻ ആക്കി വെക്കുക. ഏത് വിളക്കാണോ വെക്കുന്നത് ആ വിളക്കൊക്കെ ശരിയാക്കി വെക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വന്നിട്ട് നേരിട്ട് നമുക്ക് ആ വിളക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു ടൈം അവിടെ പോയില്ല. അല്ലാതെ നമ്മൾ രാവിലെ എണീറ്റിട്ട് ആ നേരത്തെ എല്ലാം ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ആ ടൈം നമ്മൾ തെറ്റിപ്പോകും. അപ്പം നമ്മൾ എപ്പോഴും പ്രാധാന്യം കൊടുക്കേണ്ടത് ആ ഒരു ടൈമിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് തലേ ദിവസങ്ങൾ എല്ലാം ഒരുക്കി വെക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഇത് പൂജാ റൂമിൽ വെക്കണോ അതോ ഹാളിൽ വെക്കാമോ പുറത്ത് വെക്കാമോ, അങ്ങനെയൊക്കെ കുറെ പേര് അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പൂജാ റൂമിൽ വെക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്താ വെച്ചാൽ നമ്മൾ ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താണ്, പ്രപഞ്ചത്തെയാണ് നമ്മൾ എന്താണ് ഈ ഒരു വിളക്ക് നമ്മൾ വെച്ച് വരവേൽക്കുന്നത്. അപ്പം ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് അല്ലെ. നമ്മളുടെ ശരീരവും ഈ പ്രപഞ്ചവും എല്ലാം എന്താണ്, പഞ്ചഭൂതങ്ങൾ കൊണ്ട് എന്താണ് ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ രാവിലെ ഈ വിളക്ക് വെക്കുന്നത് പഞ്ചഭൂതങ്ങളെ റെപ്രസെന്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞുതരാം. പഞ്ചഭൂതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. അപ്പൊ ഇതൊക്കെയാണ് എന്താണ് പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത്. ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് നമ്മുടെ ഈ പ്രപഞ്ചവും നമ്മുടെ ഈ ഒരു ശരീരം. അപ്പൊ നമ്മൾ രാവിലെ ഈ വിളക്ക് വെക്കുന്നത് നമ്മൾ പഞ്ചഭൂതങ്ങളെ റെപ്രസെന്റ് ചെയ്തിട്ടാണ്. നമ്മൾ ആ നേരത്തെ പ്രപഞ്ചത്തോട് എന്ത് പറഞ്ഞാലും, നമ്മൾ എന്ത് ആഗ്രഹിച്ച് നമ്മൾ എന്താ പറയുക വിശ്വസിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം നടക്കുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ എന്താ പറയാ,
അപ്പൊ ഞാൻ എൻ്റെ ഒരു ഇത് ഈ ഞാനൊരു നമ്മുടെ ഈ പ്രപഞ്ചം എല്ലാം ഒരു ശക്തിയാണല്ലോ. അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ അതൊരു ഭഗവാൻ എന്നുള്ള ഒരു അത് നമ്മുടെ മനസ്സാണ് കേട്ടോ. ഞാൻ അങ്ങനെയും കൂടെ കാണുന്നുണ്ട്. പ്രപഞ്ചം നമ്മുടെ ഒരു ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു ശക്തി ഉണ്ടല്ലോ. അപ്പൊ ഞാൻ മനസ്സിൽ അങ്ങനെ എന്താ പറയാ ഒരു ശക്തി, ആ ഒരു ശക്തിയെയും ഞാൻ എന്താണ് മനസ്സിൽ സ്മരിക്കാറുണ്ട്. അപ്പം ഈ പഞ്ചഭൂതങ്ങളെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വിളക്ക് വെക്കുന്നത്. അപ്പൊ നമുക്കത് എന്താണ് ഹാളിൽ വെക്കാം. അതല്ല കിച്ചണിൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നവരാണെങ്കിൽ കിച്ചൺ, ചിലവർക്ക് എന്താ പറയാ ഹാളിൽ വെക്കാൻ സൗകര്യം ഇല്ലെങ്കിൽ നിങ്ങൾ ആ കിച്ചണിൽ ഒരു ഭാഗം വൃത്തിയാക്കിയിട്ട് നിങ്ങൾക്ക് കിച്ചണിൽ വെക്കാവുന്നതാണ്. അതല്ല പുറത്തിറങ്ങാനും ധൈര്യമുള്ളവർക്ക്, എനിക്കിപ്പം ആദ്യമൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു കേട്ടോ, പുറത്ത് സിറ്റ് ഔട്ടിലാണ് വെച്ചിരുന്നത്. പക്ഷെ എനിക്കിപ്പം എന്താ പറയാ സിറ്റ് ഔട്ടിൽ തുറന്ന് എനിക്ക് എന്തോ ഒരു മനസ്സിന് ആ ഒരു ധൈര്യക്കുറവുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാളിലാണ് ചെയ്യുന്നത്. ബെഡ്റൂമിൽ അങ്ങനെ ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് എന്റെ കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് എവിടെയാണോ വെക്കാൻ കംഫർട്ട് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ പൂജാ റൂമിലാണെങ്കിലാണ് നമുക്ക് കുളിച്ചിട്ടും എല്ലാ കാര്യങ്ങളൊക്കെ നോക്കേണ്ട കാര്യമുള്ളൂ. അപ്പൊ നമ്മൾ എന്താണ് അവിടെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് നമ്മൾ അവിടെ വെക്കാം. എന്താണ് നമ്മുടെ ഹാളിൽ വെക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ മനസ്സറിഞ്ഞ് നമ്മളുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹം നമ്മൾ മനസ്സിൽ വിചാരിച്ച് പ്രപഞ്ചത്തിനോട് നമ്മൾ നന്ദി പറയുക, നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാം. അങ്ങനെ നമ്മുടെ ആഗ്രഹം ഇതാക്കിയിട്ട് 21 ഡേയ്സ് അല്ലെങ്കിൽ 48 ഡേയ്സ് അങ്ങനെ നിങ്ങൾക്ക് കത്തിക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ മനസ്സിലെ 21 ഡേയ്സ് ഞാനിത് കത്തിക്കാന്നോ, അല്ലെങ്കിൽ 21 അല്ല 48 ഡേയ്സ് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യാനാണ്. പിന്നെ ഉള്ള ഡൗട്ട്, ഈ നമ്മുടെ പീരീഡ്സ് ആവുമ്പോൾ എന്ത് ചെയ്യുന്നത്? അപ്പം ഇപ്പം ആണുങ്ങളാണെങ്കിൽ അവർക്ക് കുഴപ്പമില്ല, 48 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് കത്തിക്കാൻ പറ്റുമായിരിക്കും. അപ്പൊ നമ്മൾ സ്ത്രീകളുടെ കാര്യം പറയുമ്പോൾ നമുക്ക് ഒരിക്കലും പറ്റില്ല അല്ലെ. ഒരു 21 ഡേയ്സ് അല്ലെങ്കിൽ 20 ഡേയ്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ മുടക്കം വരാവുന്നതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ മുടക്കം നമുക്ക് പീരീഡ്സ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മുടെ ദേഹമൊക്കെ ശുദ്ധിയാവുന്ന വരെ നമുക്കിത് നിർത്തി വെച്ചിട്ട് എപ്പോഴാണ് നമ്മുടെ ദേഹം ശുദ്ധിയാവുന്നത്, അതായത് 7 ഡേയ്സ് കഴിഞ്ഞിട്ട്, ഞാൻ 8 ആ ഒരു ടൈമിലാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ആ ദിവസം തൊട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇപ്പൊ 20 ദിവസമാണെങ്കിൽ അടുത്ത ദിവസം 8ാമത്തെ ദിവസമാണ് നമ്മൾ പിന്നെ വിളക്ക് കത്തിക്കുന്നത്. നമുക്ക് എന്താണ് 21 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അതെല്ലാം നമുക്ക് വേറെ പല കാര്യങ്ങൾ കൊണ്ട് മുടങ്ങുകയാണെങ്കിൽ, അപ്പോൾ എനിക്കിവിടെ എന്താ പറയാ ഞാനൊരു 11 ദിവസം വെച്ചപ്പോഴാണ് ഹസ്ബൻഡ് മെഡിക്കലിന്റെ കാര്യമൊക്കെ ശരിയായത് കേട്ടോ. അപ്പോൾ എനിക്കത് മുടക്കാനും വയ്യ, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ എനിക്കറിയുന്ന ഒരാളോട് ഞാൻ ചോദിച്ചു എനിക്കിങ്ങനെ ഞാൻ ഇത്രയും ദിവസം വെച്ചു, അപ്പൊ എനിക്കിത് മുടക്കാനായിട്ട് വയ്യ, ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പം അവര് പറഞ്ഞത്, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഇത് എവിടെയായാലും വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പോകുന്നിടത്ത് നിങ്ങൾക്ക് അത് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അവിടെ വെച്ചോളൂ, അതിന് മുടക്കം വരുത്തണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാണ് അന്ന് ഞങ്ങൾ തങ്ങിയിരുന്നത്. അപ്പം ഞങ്ങൾ മെഡിക്കലിന് വേണ്ടി പോയപ്പം ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു തങ്ങിയിരുന്നത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, അവിടെ എനിക്ക് വന്നാൽ വിളക്ക് വെക്കാനുള്ള സൗകര്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഒരു കുഴപ്പമില്ല ചേച്ചി വെച്ചോളൂ, അതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ എന്താണ് അത് തെറ്റിക്കാതെ ഞാൻ അവിടെ ചെന്നിട്ടും വെച്ചിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളിപ്പം എവിടെയെങ്കിലും അമ്പലങ്ങളിലോ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണ്, അപ്പൊ നിങ്ങൾ വല്ല റൂം എടുക്കാനോ അല്ലെങ്കിലൊക്കെ ആണെങ്കിൽ ആ റൂമിൽ ഒരു സൈഡിൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോയിട്ട് വെക്കാവുന്നതാണ്. നിങ്ങൾക്ക് അതിന് സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇതിപ്പം ഞാൻ വിളക്കൊന്നും കൊണ്ടുപോയില്ല, ഞാൻ വിചാരിച്ചായിരുന്നു അവിടെ വിളക്കില്ലായിരുന്നെങ്കിൽ ചെറിയ മറ്റേ ബ്രാസിന്റെ വിളക്കാണല്ലോ, അപ്പൊ അതൊന്ന് എടുക്കാം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പിന്നെ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് ചെയ്തില്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മൾ എവിടെയാണോ അവിടെ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും ദിവസം എന്താ പറയാ അത് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ, ഇതിപ്പോ നമ്മുടെ ഒരു ആവശ്യത്തിന് പോണതാണ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും അത് കൗണ്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ മറ്റേ പീരീഡ്സ് ഒക്കെ ആവണമെങ്കിൽ നമുക്ക് അത് ദൈവമായിട്ട് നമുക്ക് നമുക്ക് ഈശ്വരനായിട്ട് നമുക്ക് തന്നൊരു കാര്യമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അത് അവിടെ നിന്ന് കൗണ്ട് ചെയ്യാം. 20 ആണെങ്കിൽ 21 അങ്ങനെ കൗണ്ട് ചെയ്തിട്ട് പോവാം. എല്ലാവരും നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, വെക്കാം, അവിടെ തുടർന്ന് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ വെക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, വീണ്ടും 1 2 എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ ചെയ്യാം. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് തുടങ്ങുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് വെക്കാനായിട്ട് തടസ്സങ്ങളൊക്കെ വരും. അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കർമ്മഫലം കൊണ്ടാണ്. നമ്മൾ പല കർമ്മഫലങ്ങളും അതും നമ്മൾ ഈ വിളക്ക് വെക്കുന്നതോടെ അതെല്ലാം മാറും. നമ്മളിപ്പോ നാമം ജപിക്കുക അങ്ങനെയൊക്കെയാണെങ്കിൽ ഈ കരികാലത്തില് നാമജപം കൊണ്ടൊക്കെയാണ് എന്താ പറയുക നമ്മുടെ കർമ്മഫലമൊക്കെ ഇല്ലാതായി തീരുള്ളൂ. അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു 3 ദിവസം വെച്ചു, എന്നിട്ട് 4ാമത്തെ ദിവസം വെക്കാൻ പറ്റിയില്ലാണോ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ ദൈവത്തോട് അടുക്കുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാൻ നിൽക്കുമ്പോൾ അവര് നമ്മളെ പരീക്ഷിക്കും അല്ലെ, പല തടസ്സങ്ങളും നമുക്കൊക്കെ വരും. അതൊക്കെ അപ്പൊ എന്താ പറയാ നമ്മൾ വീണ്ടും
അത് കൈവെടിയാതെ, നമ്മുടെ ആ ഒരു മനോധൈര്യം കൈവെടിയാതെ നമ്മൾ വീണ്ടും ശ്രമിക്കുക. അങ്ങനെ ശ്രമിച്ച് 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 നിങ്ങൾക്ക് വെക്കാനായിട്ട് കഴിയും. എന്നുവെച്ചാൽ എന്റെ അനുഭവമാണ് കേട്ടോ. ഞാനിത് കുറെ മുന്നേ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യും, ഞാൻ ഒരാഴ്ചയൊക്കെ വെക്കും, പിന്നെ എനിക്ക് തടസ്സങ്ങൾ വരും, അങ്ങനെ ഞാൻ വെക്കൂല. പിന്നെ എന്ത് ചെയ്യും, വീണ്ടും ഞാൻ വീണ്ടും വെച്ചാല് രാവിലെ എനിക്ക് വിളക്ക് വെക്കാൻ ആ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്ക് സമയത്ത് ഞാൻ വെക്കില്ല എന്നേ ഉള്ളൂ. പക്ഷെ എന്താ പറയാ, പക്ഷെ ഞാൻ എപ്പോഴാണോ എണീക്കുന്നത് ആ ടൈമിൽ ഞാൻ രാവിലെയും പിന്നെ ഈവനിങ് കറക്റ്റ് ആയിട്ട് ആ ഒരു ടൈമിൽ ഞാൻ വിളക്ക് വെക്കാറുണ്ട്. അപ്പം ആ ടൈമിലൊക്കെ ഞാൻ നാമജപങ്ങൾ ചെയ്യാറുണ്ട്. ഞാൻ അപ്പൊ പ്രാർത്ഥിക്കാറുണ്ട്, ഈശ്വര എനിക്ക് ആ വിളക്ക് വെക്കാനായിട്ട് കഴിയണേ, അതിൽ എന്താ തടസ്സങ്ങൾ ഉള്ളതെന്ന് വെച്ചാൽ അത് നീക്കി തരണേ എന്നൊക്കെ ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് നമ്മുടെ ആ ഒരു എന്താണ് അതിനുള്ള തടസ്സങ്ങൾ അതൊക്കെ നീങ്ങി കിട്ടും. അപ്പൊ നിങ്ങൾക്ക് അത് പറ്റുന്നില്ല, എന്തെങ്കിലും തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് എന്താ പറയുക, വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്തായാലും ആ ഒരു വിളക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് നിങ്ങൾ തുടർച്ചയായിട്ട് ഒരു 21 ഡേയ്സ് ഒക്കെ എനിക്കിപ്പം ഒരു 11 ദിവസത്തിനുള്ളിൽ ഹസ്ബൻഡിന്റെ കാര്യങ്ങളൊക്കെ റെഡിയായി. ഇപ്പൊ ഞാൻ ആ വിളക്ക് വെച്ച് തീർന്നപ്പം അതിനു മുന്നേ തന്നെ എന്താണ് ഹസ്ബൻഡ് ജോലിക്ക് കയറി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. അപ്പൊ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വെച്ചു ഒരു എന്താ പറയാ, ഞാൻ വെച്ച് ആ വിളക്ക് കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ തന്നെ ഹസ്ബൻഡ് അവിടെ പോയി, കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. അപ്പൊ ഞാൻ ഹാപ്പിയാണ്. എല്ലാ കാര്യങ്ങളും എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ പറയാ, നമുക്കുണ്ടല്ലോ ഒരുപാട് കഷ്ടം എന്നുവെച്ചാല് പലതരത്തില് വെച്ചാല് നമുക്ക് ഒന്നും ഇല്ലാതിരിക്കുന്ന ടൈമില് നമ്മുടെ ക്യാഷ് നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ ചുറ്റും ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും. പക്ഷേ നമുക്ക് ഒന്നുമില്ല എന്നറിയുമ്പം 1-2 ദിവസം അവര് നമ്മളെ സപ്പോർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് നിങ്ങൾ പതുക്കെ അവര് നമ്മളിൽ നിന്ന് വലിയും. പിന്നെ എന്താ പറയാ, ഒന്നുമില്ല എന്ന് ഇരിക്കുന്ന സമയത്ത് ഒക്കെ എന്താ പറയാ, അന്ന് നമ്മൾക്ക് തന്ന കാര്യങ്ങളൊക്കെ അവർ തിരിച്ചു ചോദിക്കും. നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്നറിയാം. ഈ ചോദിക്കുന്ന ആൾക്കാരുടെ കയ്യില് എന്താ പറയാ, അവരുടെ കയ്യില് എല്ലാം ഉണ്ട്, എന്നിട്ടും നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ, നമ്മളെ വിഷമിപ്പിക്കാനോ എന്താണെന്ന് അറിയില്ല, അവര് നമ്മളോട് ഇപ്പൊ വേണം അത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഇത് ചെയ്യും. അപ്പൊ മെന്റലി ഒക്കെ ആയിട്ട് നമ്മൾ തകരും. പക്ഷെ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ടൈം, അങ്ങനെ ഞാൻ മാനസികമായിട്ട് എന്താ പറയാ, ഒരുപാട് എല്ലാം ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ അത് നിങ്ങൾക്കും ബോറടിക്കും. അങ്ങനെ ഒരുപാട് വെച്ചാല് ഫീസൊന്നും അടയ്ക്കാൻ പറ്റാതെയും അങ്ങനെയൊക്കെ വിഷമിച്ചിരിക്കുന്ന ടൈമിലാണ് ഞാൻ എന്താ പറയാ, വിളക്കൊക്കെ വെക്കാൻ തുടങ്ങിയത് കേട്ടോ. 2 നേരം വിളക്കൊക്കെ വെക്കാൻ തുടങ്ങിയത്. ആ വിളക്ക് വെച്ച ടൈമിൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. എന്താ പറയാ, ഇങ്ങനെയാണെന്നറിയില്ല, ഫീസൊക്കെ ഞാൻ അടച്ചു, കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി, എല്ലാം എല്ലാം ഭംഗിയായിട്ട് വന്നു. അതെല്ലാം എന്താ പറയാ, നമ്മുടെ ആ ഒരു ഇതിന്റെയൊക്കെ ഒരു ഗുണമാണ്. നമ്മൾ 2 നേരം വിളക്ക് വെക്കാൻ വേണ്ടിയും അതേപോലെ തന്നെ നമ്മൾ ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെച്ചിട്ട് അതിൻ്റെയൊക്കെ ഒരു ഗുണമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഒരുപാട് ഒരുപാട് വെച്ചാല് എന്ത് ചെയ്യണം എന്നറിയാതെ ഞാന് ചില ഹസ്ബൻഡിനെ വിഷമിപ്പിക്കാൻ പറ്റില്ല. ആളെന്ന് പറയുന്നെങ്കിൽ എന്ത് ടെൻഷൻ ഉണ്ടായാലും എല്ലാം ശരിയാവും, ടെൻഷൻ അടിക്കണ്ട എന്ന് പറയുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാള് അപ്പൊ ആളെ വിഷമിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്താ ചെയ്യാ, ഞാന് ഒരു റൂമില് അടച്ചിരുന്നിട്ട് പൊട്ടി പൊട്ടി കരഞ്ഞിട്ടുണ്ട്. ഞാൻ ദൈവങ്ങളെ വിളിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അവരെന്റെ വിളി കേട്ടു. ഇപ്പം അതൊക്കെ മാറി വരുന്നു, ഓരോരോ കടങ്ങളായിട്ട് ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ സോറി. അങ്ങനെ അപ്പൊ ഈ ഒരു 48 ഡേയ്സ് നമ്മൾ ഈ ഒരു വിളക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 21 ഡേയ്സ് നിങ്ങൾ വിശ്വസിച്ചിട്ട് ഈ ഒരു വിളക്ക് നിങ്ങൾ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്തുണ്ടാവും, ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾ എന്താ പറയാ, ആദ്യം ചിലപ്പോൾ തടസ്സങ്ങൾ വരും, നിങ്ങൾക്ക് എണീക്കാൻ പറ്റില്ല, വീട്ടിൽ നിന്ന് പല തടസ്സങ്ങൾ, പല ആൾക്കാരുകളുടെ തടസ്സങ്ങൾ അങ്ങനെയൊക്കെ വരാം. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം, അതൊക്കെ തരണം ചെയ്ത് നിങ്ങൾ ആ വിളക്ക് കംപ്ലീറ്റ് ചെയ്യുക. ആ വിളക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും എനിക്കിപ്പോൾ കുറെ കമന്റ് വരാറുണ്ട് കേട്ടോ. പല കാര്യങ്ങളും നടക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കമന്റ്സ് എൻ്റെ ബ്രഹ്മമുഹൂർത്ത വിളക്കിന്റെ വീഡിയോസ് കുറച്ച് ഓടിയിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോന്റെ ഇടയിലൊക്കെ ഇങ്ങനെ കമന്റ്സ് വരുന്നുണ്ട്, ഇതൊക്കെ നടക്കും,
നടന്നു, പല കാര്യങ്ങളും നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പിന്നെ എന്നോട് ചോദിക്കുന്ന ഒരു ഇതാണ് കേട്ടോ. അപ്പൊ തന്നെ കുറെ ടൈമായി. അപ്പൊ ഞാനൊന്ന് പറഞ്ഞിട്ട് പോവാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ പലരും ചോദിച്ചു നിലവിളക്കിൽ കത്തിക്കാമോ കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ ഒരു പോറ്റിയുടെ അടുത്ത് ചോദിച്ചപ്പം പോറ്റി പറഞ്ഞത് നിലവിളക്കിലും കത്തിക്കാമെന്ന് വെച്ചാല് നമ്മള് ഇപ്പൊ ബ്രാസിന്റെ കുഞ്ഞു കുഞ്ഞു വിളക്കില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്ത് ചെയ്യാ, നിങ്ങളൊരു തട്ടത്തില് നിലവിളക്കില് 5 തിരിയിട്ടിട്ട് കത്തിക്കുക. എന്താണ് നമ്മള് ഈ ഒരു വിളക്ക് നമ്മൾ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്, പഞ്ചഭൂതങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഓരോ തിരി ഓരോ പഞ്ചഭൂതങ്ങൾക്കായിട്ട് നമ്മൾ അങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് നമുക്ക് നിലവിളക്കിലും ആ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെക്കാം. ഇനിയിപ്പോ ബ്രാസിന്റെ കുഞ്ഞു കുഞ്ഞു വിളക്കില്ല, ചെറാതില്ല എന്നൊന്നും വിചാരിച്ചിട്ട് നിങ്ങൾ മാറി നിൽക്കണ്ട. നിങ്ങൾക്ക് നിലവിളക്കുണ്ടെങ്കിൽ നിലവിളക്കിലും നിങ്ങൾക്ക് കത്തിക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമില് നിങ്ങൾ വിളക്ക് കത്തിക്കുക. പിന്നെ മനസ്സിന് എപ്പോഴും നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് നമ്മുടെ മനസ്സ് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് വല്ലാത്ത നെഞ്ചിന് വല്ലാത്തൊരു വിമിഷ്ടമൊക്കെ വരുമായിരുന്നു നമ്മുടെ സിറ്റുവേഷൻ കൊണ്ട്. എന്താണ് ഇന്ന് മുന്നോട്ടില്ല എന്നുള്ള ആ ഒരു ടൈമിൽ അപ്പോഴൊക്കെ നാമജപമാണ് വെച്ചാല് നമ്മൾ വാരി വലിച്ച് നാമം ചൊല്ലല്ല. നമ്മൾ വിശ്വസിക്കുന്ന ഒരു ദൈവം ഉണ്ടല്ലോ, ആ ദൈവത്തിന് നമ്മള് ദൈവത്തിന്റെ നാമജപം, നാമങ്ങൾ അറിയുകയാണെങ്കിൽ അത് ചൊല്ലാം. മൂലമന്ത്രം അറിയുകയാണെങ്കിൽ അത് ചൊല്ലാം. പിന്നെ എന്താ നിങ്ങൾക്ക് അറിയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ അത് മനസ്സിൽ ഇരുന്ന് എന്താ പറയാ നല്ല ഇതായിട്ട് ചൊല്ലാം. എന്താ പറയാ, വാക്ക് കിട്ടുന്നില്ല വെച്ചാല് ആ ഒരു ടൈം എന്ന് പറയുന്നത് വേറെ ഒരു ശല്യങ്ങളും ഉണ്ടാവില്ല അല്ലെ, രാവിലത്തെ ആ ഒരു ടൈം. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാനായിട്ട് നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു പോസിറ്റിവിറ്റി ആയിരിക്കും. ഈ രാവിലെ വിളക്ക് വെക്കുന്ന ടൈമിൽ നമ്മളുടെ വീട് മൊത്തം നല്ലൊരു പോസിറ്റിവിറ്റി ആയിരിക്കും കേട്ടോ. അത് നിങ്ങളത് ചെയ്തു കഴിഞ്ഞാലേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കണം. പിന്നെ ഒരു കാര്യം, ഈ വിളക്ക് തിരി എങ്ങനെയാണ് ഇടാന്ന്. അപ്പൊ ഒരു തിരി ഉണ്ടല്ലോ, ഒരു തിരിയിൽ ഒരു അഞ്ചോ അല്ലെങ്കിൽ അത്യാവശ്യം എന്താ പറയാ തിരികൾ ഇങ്ങനെ ചേർന്നിട്ടുള്ളതാണല്ലോ തിരി. അപ്പൊ ഞാൻ ആ ഒരു തിരി ഇങ്ങനെ എടുത്തിട്ട് അത് രണ്ടും കൂടെ യോജിപ്പിച്ചിട്ട് ആണ് ഞാൻ വിളക്കിൽ ഇടാറ്. എന്താ പറയാ, അങ്ങനെയാണ് ഇടാറ് കേട്ടോ. പിന്നെ ഞാനിപ്പം 2 നിലവിളക്കില് അങ്ങോട്ടും ഇങ്ങോട്ടും 2 തിരിയാണ് കത്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, 2 തിരി എടുത്തിട്ട് അങ്ങനെ യോജിപ്പിച്ച് ഇടാറുണ്ട്. അപ്പം അല്ലാതെ ഉണ്ടെങ്കിൽ ഞാൻ ഒറ്റൊരു തിരി രണ്ടാക്കിയിട്ട് അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അതൊന്നും ഒരു പ്രശ്നമേ അല്ല. പിന്നെ എണ്ണ യൂസ് ചെയ്യാൻ, എണ്ണ ബാക്കിയുണ്ടെങ്കിൽ ഞാനത് കളയാറില്ല കേട്ടോ. എന്തിനാണ് കളയുന്നത്, അത് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ആ എണ്ണയിൽ കുറച്ചും കൂടെ എണ്ണ വെച്ചിട്ടാണ് ഞാൻ കത്തിക്കാറ്. അതുകൊണ്ടൊന്നും എനിക്കൊരു ദോഷം വന്നിട്ടില്ല. ആ എണ്ണ യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഞാൻ ആദ്യം അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ വീഡിയോ കണ്ടിട്ട് ഞാൻ ആ എണ്ണയൊക്കെ കളയാറ്. അപ്പൊ എനിക്ക് മനസ്സിലൊരു വിഷമം, അയ്യോ ഇത്ര എണ്ണയൊക്കെ വേസ്റ്റ് ചെയ്ത് കളയണല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എന്തിനാണ് കളയുന്നത്, തിരി മാറ്റാറുണ്ട് ദിവസവും, പക്ഷെ എണ്ണയൊന്നും ഞാൻ കളയാറില്ല. പിന്നെ ഒരു കാര്യം പറയട്ടെ കേട്ടോ, ഒന്ന് ഇമോഷണൽ ആയി പോയി ആരും ഒന്നും വിചാരിക്കരുത്. നമ്മുടെ വിഷമങ്ങൾ ചിലപ്പോൾ പറയുമ്പോൾ നമ്മുടെ കണ്ണിന് സൗണ്ടൊക്കെ ഇടറും. അതെന്താ പറയാ, അത് അങ്ങനെ വന്നു പോയതാണ്. അപ്പൊ എല്ലാവരും ക്ഷമിക്കുക, ആരും ഒന്നും വിചാരിക്കരുത് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയാ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ട് ചോദിക്കുക. പിന്നെ ഒരുപാട് പേര് വീഡിയോ വെറുതെ വാച്ച് ചെയ്തിട്ട് പോകുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ ഒരു ലൈക്കും ഒരു കമന്റും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പി. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. എല്ലാവർക്കും ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെക്കാൻ പറ്റട്ടെ. നിങ്ങൾക്ക് മുടക്കങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് വീണ്ടും അത് ചെയ്ത് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.